ട്രെയിൻ ഓടും ചുക് ചുക് ചുക്. ജനങ്ങളുടെ ഹൃദയമിടിപ്പ് ബുക്ക് ബുക്ക് ബുക്ക്. ദേ നോക്കൂ മിസ്റ്റർ, ഞാൻ നിങ്ങളോട് അവസാനമായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്, ഇങ്ങനെ റോബോട്ട്സിനെ യൂസ് ചെയ്ത് വയലൻസ് ചെയ്യുന്നത് നിർത്തോ. ട്വിങ്കിൾ, കീക്കോ എന്തിനാ ഇത്രയും നേരം മെഡിറ്റേഷൻ ചെയ്യുന്നത്? അവൻ മെഡിറ്റേഷൻ ചെയ്യുന്നത് കണ്ടതും എന്റെ വിശപ്പ് പല മടങ്ങ് കൂടിപ്പോയി. ഒരൽപ്പം കഴിച്ചോട്ടെ. ഡോഡോ, മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് നമുക്കുള്ളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ച് പറയണമെങ്കിൽ, അതും ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ പവർ ആണോ? ഞാൻ വിചാരിച്ചത് കുറെ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ പവർ കിട്ടൂന്നാ. ഡോഡോ, ഒരു കണക്കിന് നീ പറഞ്ഞതും ശരിയാ. പക്ഷേ മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ പവേഴ്സ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഇന്ന് ഈ ഉടൻ ബ്ലാങ്ക്സിനെ എന്റെ 1 ഇഞ്ച് പഞ്ച് ആൻഡ് കിക്ക് കൊണ്ട് തകർക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ പോവാ. 1 ഇഞ്ച് പഞ്ച് ആൻഡ് കിക്കോ എന്ന് വെച്ചാൽ എന്താ അത്? 1 ഇഞ്ച് പഞ്ച് ആൻഡ് കിക്കില് നമ്മൾ 1 ഇഞ്ച് ഡിസ്റ്റൻസിലാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. കിക്കോ, നിന്റെ 1 ഇഞ്ച് പഞ്ച് ആൻഡ് കിക്കിനെ ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ അൾട്ടിമേറ്റ്. കലക്കി ടോണി ബോസ്. അത് കണ്ടായിരുന്നോ? കിക്കോടെ 1 ഇഞ്ച് പഞ്ച്, പിന്നെ കിക്കോടെ ആ കിക്ക്. നിങ്ങളെ പോലുള്ള മണ്ടന്മാരാ ഈ കാര്യങ്ങളൊക്കെ വലുതായി സംസാരിക്കുന്നത്. എനിക്കിതൊക്കെ വെറും സാധാരണ കാര്യമാണ്. മരം മണ്ടന്മാരെ, നിങ്ങളെ രണ്ടാളെയും ഞാനിപ്പോ എന്റെ 1 ഇഞ്ച് പഞ്ച് കൊണ്ട് ആകാശത്തിലേക്ക് പറപ്പിക്കാൻ പോവാ. കലക്കി ടോണി ബോസ്, നല്ലോണം അടിക്ക്. ഇത് നല്ല പരിപാടിയാ. എനിക്കിപ്പോ തോന്നുന്നത് നിങ്ങൾ ചെയ്തത് 1 ഇഞ്ച് പഞ്ചല്ല, പക്ഷെ 1 ഇഞ്ച് മസാജ് ചെയ്ത പോലുണ്ട്. കൊള്ളാം കൊള്ളാം. സർക്കസിൽ കോമഡി ചെയ്യുന്നവനാണ് ജോക്കർ, അതുപോലെ ഞങ്ങൾക്കും ടോണി ബോസ് ഒരു ജോക്കറാണ്. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. ഇങ്ങോട്ട് നോക്കൂ. നമുക്ക് ജപ്പാനിൽ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ റോബോട്ടിക് ട്രെയിനിൽ യാത്ര ചെയ്യുവാൻ കോംപ്ലിമെന്ററി ടിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ട്. റോബോട്ടിക് ട്രെയിനോ എന്ന് വെച്ചാൽ എന്താ? അയ്യോ, റോബോട്ടിക് ട്രെയിൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതിലുള്ള ട്രെയിൻ ഡ്രൈവർ പിന്നെ ടിക്കറ്റ് കളക്ടർ അവരാരും മനുഷ്യരേ അല്ല, എല്ലാവരും റോബോട്ട്സ് ആണ്. രണ്ട് വാക്കിൽ പറയണമെങ്കിൽ സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ്. അതേതായാലും കലക്കി മേയർ അങ്കിൾ, അതുപോലൊരു റോബോട്ടിക് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് വളരെ അടിപൊളിയാണ്. അടിപൊളിയേക്കാളും കൂടുതൽ അടിപൊളി. വെരി വെരി ടൂ മച്ച് ഓഫ് അടിപൊളി. ഞാൻ ഒരൽപ്പം കഴിച്ചോട്ടെ. ടോക്കിയോ സിറ്റിനെ കുറിച്ച് ഒറ്റൊരു വാക്കിൽ പറയണമെങ്കിൽ അമേസിംഗ്. ഷടാ, എന്റെ ദൈവമേ, ഇവിടെ ഒരുപാട് റോബോട്ട്സ് ഉണ്ടല്ലോ. ഞാൻ ഒരൽപ്പം കഴിച്ചോട്ടെ. Thank you. Wish you happy and safe journey. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത് സാറേ? ലെമൺ ജ്യൂസിന്റെ കൂടെ അല്പം ലസ്സി മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് പാലും കൂടി മിക്സ് ചെയ്താൽ അടിപൊളിയായിരിക്കും. നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി സാർ. നിങ്ങൾക്കിപ്പോ വേണ്ടത് ബ്ലാക്ക് കോഫി അല്ലേ?
എന്റെ ദൈവമേ, ഇതൊക്കെ വളരെ സ്മാർട്ടായ റോബോട്ട്സ് ആണല്ലോ. നിങ്ങളിപ്പോ എന്താ കഴിക്കാൻ പോകുന്നത് ഡോഡോ? ഷടാ, ഇതിനെന്റെ പേര് പോലും അറിയാൻ തോന്നല്ലോ. ഇപ്പൊ എനിക്ക് കഴിക്കാൻ പേസ്ട്രി ഐറ്റംസ് എന്തെങ്കിലും തരുവോ? പേസ്ട്രി ഒരു ജങ്ക് ഫുഡാണ്, നോട്ട് ഹെൽത്തി. നിങ്ങൾ ആപ്പിൾ കഴിച്ചോളൂ ഡോഡോ. ഡോഡോ, ഈ റോബോട്ട്സ് സ്മാർട്ട് മാത്രമല്ല വളരെ ഇന്റലിജന്റുമാ. എന്താ ശരിയല്ലേ ഡോഡോ? അയ്യോ, ഇതുപോലത്തെ സൂപ്പറായ റോബോട്ട്സിനെ എല്ലാം ഇവരെങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? അത് ഞാൻ പറയാം. ഇന്റർനെറ്റിൽ വായിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാ റോബോട്ട്സും ഒരു വലിയ ഹൈടെക് കൺട്രോളിംഗ് സ്റ്റേഷനിലൂടെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അവിടെ ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ടാവും അല്ലേ? എങ്കിൽ മാത്രമേ ആർക്കും ഈ റോബോട്ടിന്റെ സിസ്റ്റത്തിനെ ഹാക്ക് ചെയ്യാൻ പറ്റാതിരിക്കൂ. ട്രെയിനോടും ചുക് ചുക് ചുക്, ജനങ്ങളുടെ ഹൃദയമിടിപ്പ് ടിക് ടിക് ടിക്. ആരാടാ നീ? ഇവിടെ നീ എന്താ ചെയ്യുന്നത്? എന്റെ പേരാണ് ജെ ജെ. ഈ സ്റ്റേഷന്റെ മാസ്റ്റർ ആയിരുന്നു. റോബോട്ട്സ് വരുന്നതിന് മുമ്പ് ഈ സ്റ്റേഷൻ എന്റെ കൺട്രോളിലായിരുന്നു. പക്ഷെ ഇപ്പൊ റോബോട്ട്സ് വന്നതിന് ശേഷം എനിക്ക് പകരം റോബോട്ട്സിനെ സ്റ്റേഷൻ മാസ്റ്റർ ആക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? പകരം ചോദിക്കാൻ വന്നിരിക്കുക. ഇപ്പൊ ഞാൻ പറയുന്നത് നീ കേക്ക്. ഇപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് ഓടിപ്പോകുന്നതാ നല്ലത്. ട്രെയിനോടും ചുക് ചുക് ചുക്, ജനങ്ങളുടെ ഹൃദയമിടിപ്പ് ടീക് ടീക് ടീക്. എന്താടാ തോക്കിലെ ഉണ്ട തീർന്നു പോയോ? ഇപ്പൊ നോക്കിക്കോ, സ്റ്റേഷൻ മാസ്റ്റർ ജെ ജെയുടെ അറ്റാക്ക് കണ്ട് രസിക്ക്. ഈ റോബോട്ട് കൺട്രോൾ സ്റ്റേഷനിൽ ഈ 2 ലിഫ്റ്റിൽ മാത്രമേ ആൾക്കാർക്ക് ഇങ്ങോട്ട് വന്നു പോകാൻ പറ്റൂ. പക്ഷേ ഇപ്പോ ഞാൻ ആ വഴികളെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുക. ട്രെയിനോടും ചുക് ചുക് ചുക്, ജനങ്ങളുടെ ഹൃദയമിടിപ്പ് ടുക് ടുക് ടുക്. ഞാൻ വന്ന ജോലി കഴിഞ്ഞു. എന്റെ ഈ സ്ട്രക്കിൾ ചിപ്പ് വെച്ച് ടോക്കിയോ സിറ്റിയിലുള്ള എല്ലാ റോബോട്ട്സും ഇപ്പോൾ എന്റെ കൺട്രോളിലാണുള്ളത്. ഇനി ഞാൻ എന്ത് പറഞ്ഞാലും അതെല്ലാം അവർ ചെയ്തോണ്ടിരിക്കും. ഞാൻ എന്റെ ഫിംഗർ പ്രിന്റ്സ് ലോഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിസ്റ്റം അത് ഞാനല്ലാതെ വേറെ ആർക്കും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ ആ റോബോട്ട്സിനെ യൂസ് ചെയ്ത് ഭയങ്കര അറ്റാക്ക് ചെയ്യാൻ പോവാ. ആർക്കും എന്നെ തടയാനാവില്ല. എല്ലാവരും ചേർന്ന് എന്നെ സ്റ്റേഷൻ മാസ്റ്റർ ജോലിയിൽ നിന്ന് അടിച്ചു പുറത്താക്കിയില്ലേ? ഇപ്പൊ നമുക്ക് നോക്കാം. ഈ നിമിഷം മുതൽ ഞാൻ ആരാണെന്ന് അറിയാമോ? റോബോ മാസ്റ്റർ. ഈ ആക്രമണം എപ്പോഴാ അവസാനിക്കാന്ന് അറിയാമോ? ഞാൻ വിചാരിക്കുമ്പോഴേ അവസാനിക്കൂ. അറ്റാക്ക് അവസാനിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കില്ല. വെള്ളത്തിലൊരു മുട്ടയിട്ട് ബോയിൽ ചെയ്ത് അത് കൊണ്ടുവന്നേക്ക്. സാറ് ചിലപ്പോ കോഫി ചോദിച്ചു കാണും. അതിനെന്തിനാ റോബോട്ട് തല്ലിയത്? ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞത് അതിന് മനസ്സിലായില്ലെന്നാ തോന്നുന്നേ. നിക്ക് ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. പെട്ടെന്ന് ഈ റോബോട്ട്സിനൊക്കെ എന്താ പറ്റിയത്? മമ്മി, ആ റോബോട്ട്സ് എല്ലാം നമ്മൾ നോക്കി വന്നോണ്ടിരിക്കുക. നമ്പുവണ്ണ വേഗം എന്തെങ്കിലും ചെയ്യൂ. ഞാൻ ലട്ടുവിനെ പോലെ പേടിച്ചോടുന്നവനല്ല. Hey, not to fear when Tembo Anna is here. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ലട്ടുവിനെ പോലെ ഞാൻ എവിടെ കൊടുക്കരുതെന്ന് പറഞ്ഞതല്ലേ. പക്ഷേ ഇപ്പൊ നീ കാരണം നമ്മൾ രണ്ടുപേരും പോസ്റ്റർ പോലെ ചുവരിൽ ഇങ്ങനെ ഒട്ടി നിൽക്കുകയല്ലേ. മമ്മി
മെಚ್ಚಿക്കണേ. ഏ? യാ. 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 കിക്കോ, ഞാൻ നിന്നെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ നേരിട്ട് കാണുകയും ചെയ്തു. യു ആർ ഗുഡ്. പക്ഷെ നിനക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല. ഞാനൊരു സൂപ്പർ വില്ലനാണ്. ആദ്യം നിന്നെ എന്റെ റോബോട്ട്സ് എല്ലാം എടുത്ത് പന്ത് കളിക്കാൻ പോവാണ്. പിന്നീട് ആ ട്രെയിനിനെ ഒരു വഴിയാക്കും. യാ. ആ. യാ. മേരാങ്ക്, ഇവിടെയുള്ള എല്ലാ റോബോട്ട്സും എന്നെ മാത്രമാണ് അറ്റാക്ക് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാരും ഇവിടുന്ന് പൊയ്ക്കോളൂ. മുന്നിലുള്ള കോച്ചിൽ പോയിരിക്കെ. അതിനുള്ളിൽ ഞാൻ ഇവരെ ലാസ്റ്റ് കോച്ചിലേക്ക് കൊണ്ടുപോയി ലോക്ക് ചെയ്തിടാൻ ശ്രമിക്കാം. ഓക്കെ കിക്കോ, പക്ഷെ നീ എന്താ ഇനിയും സൂപ്പർ സ്പീഡോനെ വിളിക്കാതിരിക്കുന്നത്? ഹ, ഹ, ഹ. ഈ സ്ഥലം വളരെ ചെറുതാണ്, അതുകൊണ്ട് എനിക്ക് സൂപ്പർ സ്പീഡോയെ വരുത്താൻ പറ്റില്ല. ഹ. യ. ഹ? ഇരുട്ടിൽ റോബോട്ട്സിന് ഒന്നും കാണാൻ കഴിയില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നേ? ടോണി ബോസ് റോബോട്ട്സിനെ കണ്ട് പേടിച്ച് പറിച്ചിരിക്കുക. അതുകൊണ്ടാ ഇവിടെ വന്ന് പതുങ്ങിയിരിക്കുന്നേ. അടുത്ത ടണൽ വരുമ്പോഴേക്കും ഇവിടെ മൊത്തം ഇരുട്ടാവും. അപ്പൊ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടോടാം. അടുത്ത ടണൽ എപ്പോ വരുമെന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. R7, അടുത്ത ടണൽ എപ്പോ വരുമെന്ന് എന്നെ ഒന്ന് കാണിക്കൂ. ടോണി, അടുത്ത ടണൽ 10 സെക്കൻഡ്സിൽ വരും. റെഡി ആയിട്ടിരുന്നോ? കിക്കോ, ഞാൻ വിചാരിച്ചതിനേക്കാളും നീ വളരെ സ്മാർട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും ഒരു കൈ നോക്കാം. എത്ര റോബോട്ട്സിനോട് നീ ഏറ്റുമുട്ടോ നോക്കട്ടെ. ഒരു സ്റ്റേജിൽ നീ തന്നെ തളർന്ന് അവശനാകും. പക്ഷെ എന്റെ റോബോട്ട്സ് അവരൊരിക്കലും ടയേർഡ് ആവില്ല. ആ ട്രെയിനോടും ചുക് ചുക് ചുക്. ജനങ്ങളുടെ ഹൃദയമിടിപ്പ് ബുക്ക് ബുക്ക് ബുക്ക്. ഓ നോ, ഈ ഡോർ കൊണ്ടൊന്നും റോബോട്ട്സിനെ ഒരുപാട് നേരത്തേക്ക് തടഞ്ഞു നിർത്താനാവില്ല. ഈ റോബോട്ട്സിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ കണ്ടിട്ട് ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. ഞാനിപ്പോ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, അവസാനത്തെ കോച്ചിനെ ഡിസ്കണക്ട് ചെയ്യണം. വേഗാവട്ടെ. ഫോർമുല നമ്പർ 99. Yes bro, applying formula 99. വേഗം എഞ്ചിനുള്ള സ്ഥലത്തേക്ക് ചെല്ല് സൂപ്പർ സ്പീഡോ. നമുക്ക് ട്രെയിനിനെ അടുത്ത സ്റ്റേഷനിൽ നിർത്തിയേ പറ്റൂ. Yes bro, let's go. സ്റ്റേഷൻ അടുത്തെത്തി കഴിഞ്ഞു. ഞാൻ ഉടൻ തന്നെ ട്രെയിൻ നിർത്തിയേ പറ്റൂ. ആ? എത്രയും പെട്ടെന്ന് എല്ലാവരും ട്രെയിനിൽ നിന്ന് സ്റ്റേഷനിലേക്ക് ഇറങ്ങ. വേഗം.
എല്ലാരും വേഗം ഇങ്ങോട്ട് വരൂ. എല്ലാ റോബോട്ട്സിന്റെ തലയിലും ആദ്യം ബ്ലൂ ലൈറ്റ് കത്തിക്കൊണ്ടിരുന്നു. ഇപ്പൊ അത് റെഡായി മാറിയിരിക്കുക. ആരോ അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അവൻ ആ കൺട്രോൾ ടവറിലായിരിക്കും പതുങ്ങിയിരിക്കുന്നത്. ചെല്ല് സൂപ്പർ സ്പീഡോ, വേഗം ആ കൺട്രോൾ ടവറിലേക്ക് ചെല്ല്. കിക്കോയും സൂപ്പർ സ്പീഡോയും ഒന്നിച്ചെത്തിയോ? ടോക്കിയോ സിറ്റിയിൽ ഓരോ സ്ഥലത്തും CCTV ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് ഈ ആക്സസ് കൺട്രോളിൽ നിന്ന് വളരെ നിസ്സാരമായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോടാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ ആരാണെന്ന് കാണിച്ചു തരാൻ നോക്കിക്കോ. റോബോട്ടിന്റെ പവർ കാണിച്ചു തരാം. ട്രെയിനോടും ചുക് ചുക് ചുക്. ജനങ്ങളുടെ ഹൃദയമിടിപ്പ് ഹുക് ഹുക് ഹുക്. ഇതെല്ലാം ഏത് തരത്തിലുള്ള ട്രക്സാ? ഇതൊക്കെ എന്തിനാ നമ്മളെ ഫോളോ ചെയ്തു വരുന്നത്? സൂപ്പർ സ്പീഡോയെ ഈ റോബോട്ട്സ് വളരെയധികം അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇത് തടഞ്ഞു നിർത്തണമെങ്കിൽ ആ റോബോട്ട് കൺട്രോളിംഗ് ടവറിലേക്ക് ചെല്ലണം. പക്ഷേ കീക്കോ, ഈ അവസ്ഥയിൽ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ലല്ലോ. സൂപ്പർ സ്പീഡോയെ രക്ഷിക്കാൻ ഇപ്പൊ ഒറ്റ വഴിയേ ഉള്ളൂ. വേഗം, അതിവേഗം R7ലേക്ക് തിരിച്ചു പോകട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഇപ്പൊ കിക്കോ ശരിക്കും ആ ബോക്സിനകത്ത് കുടുങ്ങിപ്പോയി. ഒരുപാട് സമയം അഭ്യാസം കാണിച്ചതല്ലേ? ട്രെയിനോടും ചുക് ചുക് ചുക്. ജനങ്ങളുടെ ഹൃദയമിടിപ്പ് ബുക് ബുക് ബുക്. കിക്കോ, ഇനി നീ നിരന്തരമായിട്ട് ഈ ബോക്സിനകത്ത് തന്നെ കുടുങ്ങിക്കിടക്കുന്നതായിരിക്കും. പക്ഷെ ഞാൻ ഈ റോബോട്ട്സിനെ യൂസ് ചെയ്ത് ടോട്ടൽ ടോക്കിയോ സിറ്റിയിലും അതിഭയങ്കര അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. ഈ ബോക്സ് ഇപ്പൊ തല്ലി തകർക്കണമെങ്കിൽ ഞാൻ എന്റെ 1 ഇഞ്ച് പഞ്ചൻ കേക്ക് യൂസ് ചെയ്തേ പറ്റും തോന്നുന്നു. ദേ നോക്കൂ മിസ്റ്റർ, ഞാൻ നിങ്ങളോട് അവസാനമായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ഇങ്ങനെ റോബോട്ട്സിനെ യൂസ് ചെയ്ത് വയലൻസ് ചെയ്യുന്നത് നിർത്തോ. ഇത് കാരണം ജനങ്ങൾ പലരും കഷ്ടപ്പെടുകയാണ്. കൊള്ളാലോ. എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചത് തന്നെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാ ഞാനത് നിർത്തിവെക്കുന്നത്? നിനക്ക് ഈ ജെ കുറിച്ച് അറിയില്ല. നീ ഇപ്പൊ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. ശരി, ഓക്കെ. അപ്പൊ റോങ്ങിനെ റൈറ്റ് ആക്കി മാറ്റാൻ വേണ്ടിട്ട് നീ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യേ. ട്രെയിൻ പോകും ചുക് ചുക് ചുക്. ജനങ്ങളുടെ ഹൃദയമിടിപ്പ് ബുക് ബുക് ബുക്. ഉടൻ തന്നെ എല്ലാ റോബോട്ട്സിനെയും ഡീആക്ടിവേറ്റ് ചെയ്തേ പറ്റൂ. ചേടാ, ഇതെന്താ ഡീആക്ടിവേറ്റ് ആകാത്തത്? കിക്കോ, ആ റോബോട്ട്സ് എന്റെ ഫിംഗർ പ്രിന്റ്സ് ഇല്ലാതെ ഒരിക്കലും ഡീആക്ടിവേറ്റ് ആവില്ല.
നിനക്ക് എന്റെ ഫിംഗർ പ്രിന്റ്സ് കിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, ഫുട് പ്രിന്റ്സ് തീർച്ചയായിട്ടും കിട്ടും. ഇനി ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഈ റോബോട്ട് ഓട്ടോ ഡിസ്ട്രക്ഷൻ മോഡില് തന്നെത്താൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിക്കോളും. ട്രെയിനോടും ചുക് ചുക് ചുക്. ജനങ്ങളുടെ ഹൃദയമിടിപ്പ് ഭുക് ഭുക് ഭുക്. വേറെ വഴിയില്ല, ഞാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ജെ രക്ഷപ്പെടാതെ നമ്മൾ തടഞ്ഞു നിർത്തണം. ഫോർമുല നമ്പർ 68 അപ്ലൈ ചെയ്യേ. Great idea, Kiko. Activating Formula 68. നീ ഗുലുമാൽ ഒപ്പിച്ചതൊക്കെ മതി. നീ ഇനി ഒരു സ്ഥലത്തിരുന്ന് കമ്പി എണ്ണാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. കീക്കോയുടെയും സൂപ്പർ സ്പീഡോയുടെയും ഈ സാഹസങ്ങൾ കാരണം റോബോട്ട്സ് എല്ലാം വീണ്ടും നോർമലായി കഴിഞ്ഞു. നാളെ ഈ ഫോട്ടോസ് എല്ലാം ടോക്കിയോയുടെ ന്യൂസ് പേപ്പറിൽ വരുമ്പോൾ അപ്പോൾ സൺസിറ്റിയുടെ പേര് ലോകപ്രസിദ്ധമായി മാറാൻ പോവുകയാണ്.